സ്വന്തം തലച്ചോറ് കൊണ്ട് രക്ഷപ്പെടുത്തുക ചെയ്യുന്നത്. അവര് അവർക്ക് ഒരു എന്താ പറയാ, അതിജീവിക്കണം. ഈ അതിജീവനത്തെ കുറിച്ച്, രക്ഷപ്പെടലിനെ കുറിച്ച് അദമ്യമായ ഒരു മോട്ടിവേഷൻ, ഒരു അതെനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡോക്ടറായതും ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നതൊക്കെ. അദമ്യമായ ഒരു മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ പല സോഴ്സിൽ നിന്ന് കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകര്, സ്വന്തം സുഹൃത്തുക്കള്, നല്ല സുഹൃത്തുക്കള്. നല്ല സുഹൃത്തുക്കൾ ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ, ഇപ്പൊ ഒരു അഡിക്ഷൻ ഉള്ള ഒരു സുഹൃത്തിനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒരു മദ്യാസക്ത രോഗിയായിട്ടുള്ള ഒരാള് മുൻഗണന കൊടുക്കേണ്ട, അഡിക്ഷൻ അയാൾക്ക് മാറി നിൽക്കണം. അഡിക്ഷന്റെ സ്വഭാവമായിട്ട് നടക്കുന്ന സുഹൃത്തിൽ നിന്ന് മാറി നിൽക്കണം. അത് ബേസിക് വിദ്യാഭ്യാസമാണ്, അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ഒരു ആൽക്കഹോളിക്കിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ഒരു മദ്യപാനിയായിട്ട് ഇപ്പോഴും നടക്കുന്ന ഒരു സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അയാളെ കുറിച്ചുള്ള സൗഹൃദം മനസ്സിലിരുന്നോട്ടെ. പക്ഷെ ആ സൗഹൃദത്തിൽ കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അയാള് റിലാപ്സ് ആവും, അയാളുടെ ജീവിതം തകർന്നു. ഈ ഒരു ബുദ്ധി ഉണ്ടാകണം. അതുകൂടാതെ കൂടുതൽ ഇപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോഴത്തേക്കും അതിനെ കുറിച്ചായിട്ടുള്ള ഒരു ശക്തിയെ പറ്റി തിരിച്ചറിവ്, അത് ഇതൊക്കെ അയാൾക്ക് പുറത്ത് ലോകത്തുനിന്നും കിട്ടും, ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. ഒരു ചെറിയൊരു അറിയിപ്പ് പറഞ്ഞോട്ടെ. ഞാന് അടുത്ത ഞായറാഴ്ച ജനമൈത്രി ഗ്രൂപ്പിന്റെ പരമ്പര നമ്മുടെ ഇന്നത്തെ ബി ക്ലാസ് ടെസ്റ്റ് ഒരു സബ്ജക്റ്റുമായിട്ട് വരും. രണ്ടാമത്തെ ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട്. അത് ഒരു റൊട്ടേറ്റഡ് ബി ക്ലാസ് ടെസ്റ്റ് ആണ്. അത് ഇന്ന് സബ്ജക്ട് എടുത്ത അദ്ദേഹം അല്ല, വേറൊരു വ്യക്തിയാണ്. അങ്ങനെ രണ്ടുപേര്, ഒരു ടെസ്റ്റിയും ഒരു റൊട്ടേറ്റഡ് ടെസ്റ്റിയും ആയിട്ട് അടുത്ത ഞായറാഴ്ച ഉണ്ടാകുമെന്ന് ഞാനൊന്ന് അറിയിച്ചുകൊണ്ട് മാത്രം. ഇതിൽ 10-74 ആൾക്കാരുള്ള കാരണം കൊണ്ട് മുൻകൂട്ടി ഒന്ന് അറിയിച്ചുകൊണ്ട് മാത്രം. ഓക്കെ, ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് 1:19 ആയിട്ടുണ്ട്. അഹമ്മദ്, അറ്റ്ലീസ്റ്റ് ഗോപാൽ സാറിന് ഒരു താങ്ക്സെങ്കിലും പറയേ. എന്തെങ്കിലും ചെയ്യേ. പിന്നെ ഇപ്പൊ മദ്യപിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പോലും നമുക്ക് അറിയില്ലായിരുന്നു. അത് പിന്നെ അതൊക്കെ ഇപ്പൊ നമ്മള് രണ്ടാമത് കുട്ടികളെ ഉപദേശിക്കാനോ മറ്റുള്ളതിനോ നമുക്ക് കഴിയുന്നില്ല. കാരണം അവര് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാല് നമുക്ക് തോന്നുകയാണ് അതിന് മറുപടി കൊടുക്കാനില്ല. നിങ്ങൾ എങ്ങനെയായിരുന്നു ചോദിച്ചാല് മറുപടി കൊടുക്കാനില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മളെ ഒരു പിതാവ് എന്നുള്ള നിലക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിലുള്ള ഒരു മാർഗം? നമ്മള് ഒരു മാറിയ മനുഷ്യനാണ്. ആൽക്കഹോളിസത്തിൽ നിന്ന് റിക്കവറി പ്രാപിച്ച ഒരാള് ഒരു മാറിയ മനുഷ്യനാണ്. ഞാൻ ആദ്യം പറഞ്ഞു കൊണ്ടുവന്ന ആ വാക്കോർക്കുന്നത്, മാറ്റത്തിനുള്ള കഴിവാണ്. മാറ്റമാണ് നമ്മൾ മനുഷ്യനാക്കുന്ന പോലും. നമ്മളൊരു മാറിയ ആളാണ്. അപ്പൊ നമ്മൾ ആ പഴയ ആളല്ല. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? ഹലോ, നിങ്ങൾക്ക് വരല്ലേ? മാറ്റത്തിന് സ്വീകരിച്ച ആളാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഞാനൊരു മദ്യാസക്തൻ, പേര് ഭാസ്കരൻ, ചേളാരി. സാറ്, ഡോക്ടർ സാർക്ക് നന്ദി പറയാണ്, ഗോപാൽ സാറിന് നന്ദി പറയാണ്. കാരണം നല്ലൊരു വിഷയം ആവശ്യമുള്ള വിഷയം തന്നെയായിരുന്നു. പക്ഷെ മദ്യാസക്തൻ മുമ്പ് പറഞ്ഞതിൽ തന്നെ എന്റെ മക്കളൊക്കെ വലുതാ, എങ്കിലും ഞാൻ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞ് കേട്ട സമയത്ത് എനിക്ക് തോന്നിയത്, എന്റെ ചെറിയ ആള്, ഇപ്പൊ അയാള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ MS-ന് ഇവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ച് പാസ്സായി ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോ പുള്ളി ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത്, 4-ോ 5-ലോ പഠിക്കുന്ന സമയത്താണ് എന്റെ അടുത്ത് പറഞ്ഞത്, അച്ഛൻ ദയവ് ചെയ്ത് കോഹിനൂർ സെന്റ് പോൾസ് സ്കൂളിന്റെ അടുത്തേക്ക് എന്റെ സ്കൂളിന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ രാത്രി കുടിക്കുന്ന സമയത്താണ് പറയുന്നത്, ഞാൻ ആനന്ന് ചെയ്ത അട്ടഹാസത്തും ബഹളത്തിനും ഇത് കയ്യും കണക്കില്ലെന്ന്. കാരണം അതുകൊണ്ട് അവർ നാളെ തന്നെ പോയിട്ട് ആ പയ്യ കൊണ്ട് പറയണം, അവന്റെ അച്ഛന്റെ പൈസക്കല്ല കുടിക്കുന്നത്, എന്റെ അച്ഛൻ ജോലി ചെയ്ത്
നല്ല മാന്യമായ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കുടിക്കുന്നത് പോയി പറയോ അങ്ങനെ അടിച്ച് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. എനിക്കൊക്കെ ഇത് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഈ അത്ഭുതമായ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സാറ് പറഞ്ഞത് തിരി തന്നെ സാറിന്ന് MBBS കഴിഞ്ഞ് നല്ലൊരു ഇതില് ഡിഗ്രി കണ്ടമാനം ഡിഗ്രികളൊക്കെ എടുത്ത് തന്നെ വലിയൊരു ഡോക്ടറെ അരി തന്നെ മകനും എന്തോ എഴുന്നോ അവനും മറ്റേ എന്റെ അടുത്തായിരിക്കില്ല മറ്റേ ഇപ്പം സാറ് പറഞ്ഞ അധ്യാപകരിൽ നിന്ന് കിട്ടിയ രീതിയിൽ തന്നെ എന്തോ പ്രചോദനം കിട്ടിയിട്ട് അവന് നല്ലൊരു നിലയ്ക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷം മാഷ്. അതാണ് പറഞ്ഞത്, ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വിഷയം തന്നെയായിരുന്നു. അതിന്റെ ഗുണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തന്നെ കൂടുതലും ഇപ്പൊ AI എത്തിച്ചേരുന്നത് ഒക്കെ എന്നെക്കാട്ടൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളുകൾ തന്നെയാണ്. ഇപ്പം ചെറിയ പ്രായത്തിനെ കുടിച്ചിട്ട് 10-25 കല്യാണ പ്രായം ആകുമ്പോഴേക്ക് തന്നെ ആളുകൾ ഇതിൽ എത്തുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് പ്രയോജനമായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു ഹരിദാസേട്ട. താങ്ക് യു ജനമേത്രി ഗ്രൂപ്പ് ഹരിദാസേട്ടൻ ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞു. നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ ഹലോ ഓക്കെ. ഹലോ ആ സാറ് ഇപ്പൊ ഇന്നെടുത്ത ഈ ഒരു ഓക്കെ. വിഷയം അച്ഛന്മാർക്ക് മാത്രല്ല അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം ഞാനും സാർ, എനിക്ക് 2 മക്കളാണ്. അടിച്ചേൽപ്പിച്ചിട്ടായിരുന്നു മക്കളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചിരുന്നത്. രണ്ടുപേരും, ഒരാള് 26 വയസ്സ്, ഒരാള് 20 വയസ്സാണ്. പഠിച്ചു. ഇപ്പം മൂത്ത മോൻ ഓസ്ട്രേലിയയിലാണ്. പക്ഷെ ഇപ്പൊ ഇന്ന് സാർ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടപ്പം വളരെ വിഷമമുണ്ട്. കാരണം തിരിച്ച് അന്ന് ചെയ്തു പോയ ആൽക്കിന്റെ മദ്യപാനം കാരണം, എന്റെ ഫാദറിന്റെ മദ്യപാനം ഒക്കെ കാരണം ഒരുപാട് വൈകല്യങ്ങൾ ഉള്ള ഒരാളാണ് ഞാന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവും ഇനിയും എന്താ പറയാ കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം കൊടുക്കാൻ ഡോക്ടർ ഓർമ്മിപ്പിച്ചതിന് ഒക്കെ നന്ദിയുണ്ട്. ഒരുപാട് താങ്ക്സ് ഡോക്ടർ. താങ്ക് യു സാറേ, ഞാന് എന്റെ പേര് അനിത. ഓക്കെ. എന്റെ മോൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ എന്ത് പറഞ്ഞാലും കേൾക്കണേയില്ല. ഹിന്ദി അക്ഷരമാല കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൌൺ ആയിട്ട് അങ്ങനെ പോയി. ഇപ്രാവശ്യം ഹിന്ദി അക്ഷരമാലകൾ ഞാൻ അവന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കോപ്പികളും വർക്കുകളൊക്കെ ഫോണിൽ കൂടെ വരുന്നുണ്ട്. അവ ഇരിക്കണേയില്ല. ഒരു ദിവസം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് മിണ്ടണ്ട. ഒരു ദിവസം ഞാൻ മിണ്ടാണ്ടിരിക്കാൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ മിണ്ടാണ്ടിരുന്നു. അമ്മാന്ന് വിളിക്കണ്ട, അത് എഴുതി കാണിക്കാണ്ട് എന്റെ അടുത്തേക്ക് ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കുക, അമ്മ ഒന്ന് മിണ്ടും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്യത്. പക്ഷെ അത് ഇപ്പൊ കുറച്ചൊക്കെ വന്നിരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ കേൾക്കണേയില്ല. എന്താ ഞാൻ ചെയ്യാന്നറിയില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ ഈ പറഞ്ഞ മെത്തേഡ് വലിയ ഉപദ്രവം ഇല്ലാത്തൊരു മെത്തേഡാണ്. അതൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി, ചെറിയ ചെറിയ സൗന്ദര്യ പഴക്കങ്ങളും സ്നേഹങ്ങളും അതൊക്കെ വളരെ മോട്ടിവേഷൻ, പ്രചോദനം ഉണ്ടാക്കുന്ന സംഗതികൾ തന്നെയാണത്. ഇപ്പൊ പഠിച്ചല്ലോ, അപ്പൊ ഒരു അഭിനന്ദനം, ഒരു മിഠായിയെങ്കിലും മേടിച്ചു കൊടുക്കണം. നീ ഇന്നത് പഠിച്ചു, അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കണം. ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരെ കെട്ടിപ്പിടിക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൊടുക്കുക, അഭിനന്ദിക്കുക. ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആ ട്രാക്കിൽ വീഴും. പക്ഷെ അവർ വെറുപ്പുണ്ടാക്കുന്ന സംഗതികൾ എപ്പോഴും പഠിക്കാനുള്ള നിർബന്ധങ്ങളും ഉപദേശങ്ങളുമാണ്. ഡോക്ടറെ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബേസിൽ, ഞാൻ ഒരു ആൾക്കപ്പളിക്കാണ്. ഡോക്ടറെ, ഞാനൊരു സംശയം. ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഭാര്യയായിട്ടൊക്കെ ഒത്തിരി വിഷയങ്ങൾ, എൻ്റെ മൂത്ത മോൾക്ക് 7 വയസ്സും മകന് 6 വയസ്സുമായി. ഞാനിപ്പോൾ UK-ലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഭാര്യ ഇടയ്ക്ക് ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ ഒച്ചയിൽ സംസാരിക്കുമ്പോൾ ഭാര്യയൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് മോള് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഒത്തിരി അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഭാര്യയ്ക്ക് മനസ്സിലായിട്ട്. അത് ഇപ്പൊ രാത്രി കിടക്കുമ്പോഴൊക്കെ മോള് വേറെ റൂമിലാണ് കിടക്കുന്നത്. ഇപ്പൊ രാത്രി എണീറ്റ് വരുന്നു, അമ്മേനെ അന്വേഷിക്കുന്നു. അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ പിന്നെ നെഞ്ചത്ത് എപ്പോഴും ഒരു വിഷമാന്ന് പറയുന്നു. നമുക്ക് എങ്ങനെ ഡോക്ടറെ അതൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും? ഇപ്പോഴും അത് വളരെ പറഞ്ഞത് വളരെ നല്ലൊരു സംഗതിയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. കാരണം വെച്ചാൽ ഇപ്പൊ എത്ര നാളായി സോബറായിട്ട് ഇപ്പൊ ഞാൻ ജാനുവരി തൊട്ടാ, ഈ വർഷം ജാനുവരി തൊട്ട്. അപ്പൊ ഈ ജാനുവരി? അതെ. അപ്പൊ ജാനുവരി എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങളായുള്ളൂ. അപ്പൊ അത് സമീപിക്കേണ്ടത്, ഒന്ന് നിങ്ങളുടെ സോബറിറ്റിയിൽ നിങ്ങൾ തിരിച്ചൊരു റിക്കവറിയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ, ഉത്തരവാദിത്തങ്ങൾ വേണം. ശരിക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ. വാസ്തവത്തിൽ റിക്കവറി എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്.
റെസ്പോൺസിബിലിറ്റി, അത് ക്വാളിറ്റി ഉള്ള ഒരു റിക്കവറി ആയിരിക്കണം. ഈ ക്വാളിറ്റി ഉള്ള റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തോടുള്ള 2 കാര്യങ്ങളാണ് ഈ റിക്കവറിയിൽ പ്രധാനം. ഒന്ന്, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി. 2, സ്വന്തം ജോലിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഇതിൽ കൂടി ആ റിക്കവറിയെ ശക്തിപ്പെടുത്തണം. ഈ കുടുംബത്തോടുള്ള ബന്ധങ്ങളിലുള്ള ഇത് ശക്തിപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനം സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം പ്രകടിക്കപ്പെടണം. അതുകൂടാതെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഏറ്റുപറയാനും അതിന് ആ പറ്റിയൊരവസരത്തിൽ സോറി എങ്കിലും പറയാനായിട്ടുള്ള ഒരു ഇത്. എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നതിലും വലിയ സംഭവമൊന്നും വേറെ ലോകത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന സംഗതിയില്ല. എനിക്ക് തെറ്റുപറ്റി എന്ന വാക്കിന്റെ തന്നെ ശക്തി ഭയങ്കര ശക്തിയാണ് അതിന്. അത് കുട്ടികളോട് വേണമെങ്കിലും പറയാം, അങ്ങനെയല്ല, അത് അവസരത്തിനും സമയത്തിനും അനുസരിച്ച് അത് പറയണം. കുട്ടികൾക്ക് അവർക്കൊരു വിശ്വാസം വരണം, സെൽഫ് കോൺഫിഡൻസ്, നമ്മളിൽ വിശ്വാസം വരണം. ആ വിശ്വാസം വരുന്ന രീതിയിൽ ഉള്ള നമ്മുടെ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത്, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, നമ്മുടെ തീന്മേശയിൽ സന്തോഷകരമായുള്ള ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നത്, നല്ല ഭക്ഷണം നമ്മൾ പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയപ്പോൾ നമ്മൾ സ്നേഹം പങ്കുവെച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം വരുന്നത്. നമ്മുടെ ഭയം അകന്നു പോകുന്നത്. അങ്ങനെ ആ പല സംഭവങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഭയം അകന്നു പോകുന്നത്. പിന്നെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ആയിട്ടുള്ള ബന്ധങ്ങൾ, പുറത്ത് പോകുന്നതും അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, അവിടെയുള്ള കുട്ടികൾ, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇത് കുടുംബമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള ഒരു സംഭവം. അതുപോലെ ഈ ജോലിയെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതെന്തെങ്കിലും ചെറിയൊരു ജോലി ആകട്ടെ, അവിടെ ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു ആലോചന തന്നെ വരണം. ആ ജോലിയെ വഞ്ചിക്കാതിരിക്കാൻ 2-3 ഓർമ്മകൾ വേണം. കാരണം ഈ ജോലിയാണ് എനിക്ക് എൻ്റെ മക്കൾക്കും ഭക്ഷണം തരുന്നത് എന്നുള്ളൊരു ചിന്ത ആ ജോലിയെ ബഹുമാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. പലപ്പോഴും മധ്യാസക്തൻ ജോലിയെ ബഹുമാനിക്കാതെ അതിനെ ഉഴപ്പി, അതിനെ എന്തൊക്കെ ഉപദ്രവം ചെയ്യാവോ ആ സ്ഥലങ്ങളിലൊക്കെ ഉപദ്രവം ചെയ്ത് അവിടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഉപദ്രവിച്ചൊക്കെ ഇതാണ്. അതിനയാൾ തെറ്റ് തിരുത്തണം. അവിടെ തെറ്റ് തിരുത്തണം അയാൾ. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള റിലേഷനും നമ്മുടെ ജോലി സ്ഥലത്തെ റിലേഷനും മെച്ചപ്പെടുത്തുമ്പോഴാണ്, അതാണ് ബെസ്റ്റ് ആക്ഷൻ നടത്താനുള്ള സ്ഥലം ഒരു മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഈ നമ്മുടെ മീറ്റിങ്ങിലെ ഷെയറിങ്ങിനേക്കാളും ഭയങ്കരം ഇങ്ങനെയുള്ള സ്ഥലത്ത് യഥാർത്ഥ ജീവിതത്തിലുള്ള നമ്മുടെ ബോധം, തിരിച്ചറിവ് പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അത് കുട്ടികളോടാണെങ്കിലും നമ്മുടെ ബന്ധുക്കളോടാണെങ്കിലും നമ്മുടെ ഇടപാടുകളിലൊക്കെ സത്യസന്ധത മുന്നിട്ട് നിൽക്കണം. അത് ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അല്ലാതെ ഒരു എന്താ പറയണ, ഒരു മാനിപ്പുലേഷൻ, ഒരു എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടലായിരിക്കരുത്. അപ്പൊ അവിടെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, എൻ്റെ അച്ഛന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അല്ല എൻ്റെ അമ്മയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് വിശ്വസിക്കാം. ഈ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ആ കുട്ടികൾക്ക് ആത്മവിശ്വാസം വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നല്ല സുഹൃത്തുക്കള്, നല്ല കുട്ടിക്ക് വേണ്ട നല്ല സുഹൃത്തുക്കൾ അതിനുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രക്ഷയാണ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, എൻ്റെ പേര് ജോയി എന്നാണ്. ഓക്കെ ഡോക്ടർ, ഞാനൊരു 10-35 കൊല്ലം കൊണ്ട് ഔട്ട് ഓഫ് കേരളയാണ്. ഞാൻ ഇവിടെ ഡൽഹിയിലാണ്. ഓക്കെ. എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപിച്ചിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ എനിക്ക് പലപ്പോഴും നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ട്. എനിക്ക് 35 വർഷമായിട്ട് ഞാൻ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ഞാൻ വീടും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴ് ഈ 35 വർഷമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നല്ല കാര്യം ചെയ്തതായിട്ടോ എൻ്റെ ചേട്ടൻ പറയത്തുമില്ല. എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലെയും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ അവോയ്ഡ് ചെയ്യണോ? ഞാൻ ആ റിലേഷൻഷിപ്പ് നശിപ്പിക്കണോ? ജ്യേഷ്ഠ ബന്ധം, അനിയൻ ബന്ധം നശിപ്പിക്കണോ എന്നുള്ളതാണ് ഞാൻ ഡോക്ടറെ ചോദിക്കുന്നത്.
തീർച്ചയായിട്ടും നിങ്ങൾ അത് നശിപ്പിക്കാൻ പാടില്ല. ആ ബന്ധം പുതുക്കി പണിയണം. പല സംഗതികളും നമ്മൾ നശിച്ചുപോയ പല സംഗതികളും നമ്മൾ പുതുക്കി പണിയാ ചെയ്യുന്നത്. എയില് നശിപ്പിക്കുന്ന പരിപാടിയില്ല. പ്രോഗ്രാമിൽ തന്നെ അത് പുതുക്കി പണിയലാണ് ചെയ്യുന്നത്. റിപ്പയർ വർക്കാണ് ഉള്ളത്. ഈവൻ അത് നടക്കുന്നില്ല ഡോക്ടർ. ഒരു 35 കൊല്ലം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, നീ ആ പഴയ കാര്യങ്ങൾ വിടൂ, അത് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചാണ് ഓരോരോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഇത്രയും വർഷമായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം നിങ്ങളെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളെ അത് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഇത് മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ളൊരു അവസരം പലപ്പോഴും ഉണ്ടായിട്ട് കാണില്ല. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സത്യസന്ധമായി അദ്ദേഹത്തിനോടുള്ള സ്നേഹം പുറത്തു വരത്തക്ക രീതിയിൽ നിങ്ങൾ പെരുമാറിയ ഒരു സംഭവം അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ പഴയ ഇമേജ് വെച്ചായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണ്. അദ്ദേഹം പക്വത ഇല്ലാതായി കാണും ചിലപ്പോൾ ഈ കാര്യത്തിൽ. ചില ആളുകൾക്ക് ഇമേജ് കൂടുന്തോറും, മോശപ്പെട്ട ഇമേജ് കൂടുന്തോറും ആ ഇമേജുമായിട്ടാണ് നടക്കുന്നത്. എത്രയോ ആളുകൾ കുടുംബങ്ങളിൽ തന്നെ നല്ല മെച്ചപ്പെട്ട ഒരു ജീവിതം മേന്മയുള്ള ജീവിതം നയിക്കുന്ന ഒരു ആൽക്കഹോളിക്കിന് ഭാര്യ ഇപ്പോഴും പഴയ ഇമേജ് വെച്ച് കണക്കാക്കുന്നത് എനിക്കറിയാം. പഴയ ഇമേജ് അയാൾ വളരെ മോശക്കാരനാണ്, ഇങ്ങനെയാണ് തെമ്മാടിയാണ്, അയാൾ ഇങ്ങനെ നുണയെ പറയുള്ളൂ, അയാൾ അങ്ങനെ ചെയ്യുള്ളൂ, ഇങ്ങനെയൊക്കെ. പക്ഷെ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ ഒരു തിരിച്ചറിവിന്റെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. പിന്നെ അതിനുള്ള അവസരങ്ങളും വേണം. പക്ഷെ നിങ്ങൾക്ക് അതിന് അയാളോട് തുറന്ന് സംസാരിക്കുന്നതിന് എന്താ കുഴപ്പമുള്ള? തുറന്ന് സംസാരിക്കാറുണ്ട് ഡോക്ടർ, തുറന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഒരു 2 മിനിറ്റ് ഇത് കേട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ മിനിറ്റിൽ അനാവശ്യമായിട്ടുള്ള പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ വീണ്ടും ആ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അല്ല, പ്രശ്നം വീണ്ടും രൂക്ഷമാക്കാനുള്ള ശ്രമം. നിങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ നല്ലതായിരുന്നു. പുള്ളി ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പെന്തക്കോസ് വിശ്വാസിയാണോ ഡോക്ടർ? ഒരു ഭയങ്കര പെന്തക്കോസ് വിശ്വാസമുള്ള, ഭയങ്കര കൈയടിച്ച് പാട്ടുപാടി ഭയങ്കര തുള്ളലും ഒക്കെ ഉള്ള പാർട്ടിയാണ്. പക്ഷേ അത് അന്ധമായ വിശ്വാസമാണ്. അന്ധമാണ്, അറിവില്ലായ്മയാണ്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ധമായ ഇതാണ് അത്. അതിൽ ആത്മീയതയില്ല. അന്ധമായ വിശ്വാസങ്ങളിൽ ആത്മീയത ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുക. ആത്മീയത ഉള്ളത് സ്നേഹം, പരിഗണന, കരുണ, ദയ, ഇതിലൊക്കെയാണ് ഏറ്റവും വലിയ ആത്മീയത ഉള്ളത്. അല്ലാതെ ഈ അന്ധമായ മതവിശ്വാസവും അന്ധമായ ചില ആചാരങ്ങളും അതിനെതിരാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഏതായാലും തുറന്നു പറയാം അദ്ദേഹത്തിനോട്, എനിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ മാറിപ്പോയി, ഞാനിപ്പോ കാണുന്ന പഴയ ആളല്ല, എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തുറന്നു പറയാലോ. പറയാ സാറേ. പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യങ്ങൾ 35 കൊല്ലം കൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അത് അങ്ങനല്ല, അത് ഇങ്ങനാണ്, ഈ രീതി പോവാൻ നമുക്ക് അത് കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അതുകൊണ്ട് നടക്കും. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായി കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇങ്ങനെയുള്ള ശാരീരിക സ്പർശനങ്ങളും അതിനുള്ള സംഭവങ്ങളും തന്നെയാണ് നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ അടുപ്പിക്കുന്നത്. അതില്ലാത്ത കാലത്തോളം ചിലപ്പോ അതേ ആ ഇമേജ് വെച്ച് തന്നെ നിങ്ങളോട് പെരുമാറുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം, ഒരു 8-ാം പടിയുടെ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിപ്പോ എൻ്റെ മനസ്സിന് എപ്പോഴും ഒരു വേദന ഉണ്ടാക്കിയ സംഭവം. അതായത് അദ്ദേഹത്തിന്റെ സഹോദരി തൊട്ടടുത്ത് താമസിക്കുക, ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുക. അപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവും അവരുമായിട്ട് ഈ റിക്കവറി നടന്ന ആൽക്കഹോളിക്ക് 3-4 വർഷമായിട്ടും സംസാരിക്കുന്നില്ല. അവരുടെ കുട്ടികളോട്, സഹോദരിയുടെ കുട്ടികളോട് പോലും സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, വെറുപ്പും കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ 8-ാം പടി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് വെറും അന്ധമായിട്ട് തന്നെയാണ് 8-ാം പടി പ്രാക്ടീസ് ചെയ്യാൻ. അദ്ദേഹം ഒരു മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സഹോദരി താമസിക്കുന്നത്. അവർ ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. അപ്പൊ അത് ആ വീട്ടിൽ ചെന്ന് സഹോദരിയോട് മെക്കാനിക്കലായിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോടും നിന്റെ ഭർത്താവിനോട്, എൻ്റെ അളിയനോട്
നിന്റെ മക്കളോട് പോലും ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള മട്ടില് നിങ്ങളോട് വെറുപ്പുമായിട്ടാണ് ഈ 3 വർഷം ഞാൻ നടന്നത്. എന്നോട് നീ ക്ഷമിക്കണം, നിങ്ങളെല്ലാം മാപ്പാക്കി തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ഒരു സിനിമയിലെ ആളെ പോലെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരുപക്ഷെ മുഴുവൻ ഉൾക്കൊണ്ടായിരിക്കാം പറയാം. പക്ഷെ അദ്ദേഹം പിന്നെ പറഞ്ഞ വാക്കുകൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം അഭിനയിക്കല്ലായിരുന്നു എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാല് ആ സഹോദരി ഭയങ്കര ഒരൊറ്റ കരച്ചില് കരഞ്ഞു. ആ കരച്ചില് അദ്ദേഹം പറഞ്ഞ ആ നാട് മുഴുവൻ കേട്ട് കാണും. ആ നാട് മുഴുവൻ ആ കരച്ചില് കേട്ടു. അപ്പോ അദ്ദേഹത്തിന് എന്തോ ആ മനസ്സിന്റെ ഉള്ളില് ഭയങ്കരമായിട്ട് എന്തോ പുറത്തു വന്ന് അദ്ദേഹം കരഞ്ഞുപോയി. ഇതാണ് ഒരു 8-ാം പടി. അത് ഈ 7 ഒരു പ്രോഗ്രാം മാത്രമേ നിങ്ങളത് കേൾക്കുള്ളൂ, മനസ്സിലാക്കുള്ളൂ. നിങ്ങളൊന്ന് ചെയ്യുക 8-ാം പടി. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ഡോക്ടർ. താങ്ക് ഹലോ സാർ. യു. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ജയ്ഷയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, സജീഷിന്റെ ഭാര്യയാണ്. ഡോക്ടർക്ക് അറിയാൻ പറ്റുമോ? ഡോക്ടർ, ഞാൻ എന്താന്ന് വെച്ചാല് മോള് 4-ാം ക്ലാസ്സിലാണ്. അപ്പൊ മോളോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ടോർച്ച് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ അച്ഛൻ രാവിലെ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് അപ്പൊ അവളോട് ഇങ്ങനെ പറയാതെ ഓഫ് ആക്കി വെക്കണം കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ ചിലപ്പോ അവള് മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ഉച്ചയാവുമ്പോ അച്ഛൻ വന്നത് ചോദിക്കുമ്പോ ഇത് എന്താ നീ ഓഫ് ആക്കാത്തേന്ന് ചോദിച്ചു കഴിയുമ്പോ അതിപ്പോ പെട്ടെന്നാകുമ്പോ കുട്ടികള് ഓടിച്ചെന്ന് ഓഫാക്ക, അയ്യോ അച്ഛാ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഓഫ് ചെയ്യുക. പക്ഷെ ഇവള് അവിടെ നിന്നിട്ട് ഇങ്ങനെ ആകെക്കൂടി ഒരു ടെൻഷനായ പോലെ, എന്നിട്ട് ഓഫാക്കാതെ ഇങ്ങനെ ഒരു സ്റ്റക്ക് ആയ മാതിരി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ മെല്ലെ പോയിട്ട് ഇങ്ങനെ ഓഫാക്കും. അപ്പൊ അത് എല്ലാ കാര്യങ്ങളും ഒരുവിധ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അതെന്താണ്, ഒരു ഭയോ ആൾക്കൊരു പേടിയോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് മോള് ഒരു പക്ഷെ അച്ഛന്റെ കാഴ്ചകളും അച്ഛൻ ചെയ്ത കുട്ടിയെ പ്രശ്നങ്ങളൊക്കെ അവള് കണ്ടിട്ടുണ്ട് നേരിട്ട്. അവള് നല്ല ആക്റ്റീവ് ഉള്ള ഒരു കുട്ടിയായിരുന്നു LKG UKG ഒക്കെ പഠിക്കുമ്പോ. ഇപ്പൊ 9 വയസ്സായി. അപ്പൊ അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട്, ആള് നല്ല സ്മാർട്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊരു കുറവുള്ള മാതിരി ഞങ്ങൾക്ക് ഇപ്പൊ 2-3 കൊല്ലമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ കുറച്ച് വലുതാവട്ടെ, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ. ഇപ്പൊ മോള് 4-ലാണ് പഠിക്കുന്നത്. 9 വയസ്സ്. അപ്പൊ ഡോക്ടർ അതിന് ശരിക്കും നല്ലൊരു കൗൺസിലിംഗ് വേണം കുട്ടിക്ക്. അപ്പൊ അതിന് ഇപ്പോ നമ്മൾ ഇതിൽ കൂടി പറഞ്ഞാലും അത് ശരിയാവില്ല. കൗൺസിലിങ്ങിന് അതിന് പറ്റിയ ഒരാള് ഞാൻ നമ്പർ വേണമെങ്കിൽ തരാം. അപ്പൊ ആ നമ്പറിൽ ഒന്ന് വിളിച്ച് അതിന് ഒരു പരിഹാരം കണ്ടെത്തുക നല്ലത്. അതേക്കുറിച്ച് ഞങ്ങള് സാറടുത്ത് തന്നെ വരാന്ന് വിചാരിക്കുന്നുണ്ട്, ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പോരെ? സാറടുത്ത് വരാം. എഴുതി. ഞങ്ങൾ എന്തായാലും സാറടുത്ത് ഞങ്ങള് വരാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോ എനിക്കൊരു പ്രാക്ടീസ്, ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് ഉണ്ട്. ഞാനിപ്പോ 1:45 എനിക്ക് താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് മീറ്റിംഗ് 10 മിനിറ്റ് ഇപ്പോ ഓവറാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. സാറിനോട് എല്ലാ വക ജനമൈത്രിയുടെ എല്ലാ വക നന്ദിയും രേഖപ്പെടുത്തുകയാണ്. സന്തോഷമുണ്ട് ഞങ്ങളെ ഈ നിർണായക ഘട്ടത്തില് സാർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. ആവശ്യമുള്ളവരൊക്കെ സാറിന്റെ ക്ലിനിക്കിൽ പോവുക, അദ്ദേഹത്തിനെ വിളിക്കുക. അദ്ദേഹത്തിന് നമ്പർ വേണ്ടവര് സജീഷിന്റെ കയ്യിലൊക്കെ നമ്പർ ഉണ്ട്. നമ്പർ വേണ്ട ആൾക്കാര് സജീഷിനെയോ എന്നെയോ അംസക്കാനെയോ ഒരുപാട് ആൾക്കാരുടെ അടുത്ത്, ആ ഭാഗത്തുള്ള ആൾക്കാരുടെ അടുത്ത് അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. അദ്ദേഹം ഒരു ഫറൂഖിലാണ് അദ്ദേഹത്തിന് ഒരു ക്ലിനിക്ക് ഉണ്ട്. വേറെ 1-2 ദിക്കിൽ അദ്ദേഹം സർവീസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ നിർത്താം. അപ്പൊ നമുക്ക് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പ്രാർത്ഥന ആരാ പ്രാർത്ഥന ചൊല്ലുക? അഹമ്മദ് പ്രാർത്ഥന ചൊല്ലുവോ? പ്രാർത്ഥന ചൊല്ലും. മാറ്റുവാൻ പറ്റാത്തവയും സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുന്നവയെ
മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രൂപ്പിൽ നിൽക്കാം. എല്ലാവരോടും നന്ദി. ജനമൈത്രി ഗ്രൂപ്പിന്റെ നന്ദിയും രേഖയാണ്. അടുത്തത് ഒക്കെ പിരിച്ചു പോവാം. ഞങ്ങൾ അതെ സദ്യക്ക് ചായ ചോറൊക്കെ വേണ്ടതിൽ വീട്ടിൽ നിന്ന് കഴിക്കുക. സദ്യക്ക് വേണ്ടിയിട്ട് പിരിയാം. സൈജ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു ഒരാൾ അവിടെ. എന്ത് സൈജോട്ടാ ഡോക്ടർക്ക് ഒരു നന്ദിയൊക്കെ പറയണ്ടായിരുന്നെ. നിങ്ങളൊന്നും ഉണ്ടാതിക്കണെന്താ? അല്ല ഞാനേ അല്ല അദ്ദേഹമേ പോവാൻ താമസിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ക്ലബിലോട്ട് പോകുന്ന പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും പറയാഞ്ഞത്. ഞാനത് അദ്ദേഹത്തെ അശോകേട്ടന് ഒരു നന്ദി പറയാൻ ഒരാളുണ്ടായില്ല. നമ്മുടെ അശോകൻ ചേട്ടനുള്ള സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഒരു ഇച്ചിരി 12-ാം പടി പ്രവർത്തനം രാവിലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ് എന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ കണക്കാക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും സൂപ്പറായി. ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവരും ഗ്രൂപ്പിൽ നിന്ന് ഔട്ടായി. അപ്രൈജും ഇല്ല. കുറച്ച് സമയം. ഹലോ ഓരോരോ മിനിറ്റ് നേരം. ചേട്ടാ, ആ yes. ഹലോ. ആ മിനി ചേച്ചിയുടെ സ്പീച്ച് നല്ലതായിരുന്നു കേട്ടോ. സ്പീച്ച് വളരെ ഉപകാരപ്രദമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ അപ്പൊ എനിക്കൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിന് കയറാൻ സമയം താമസിച്ചുകൊണ്ടാണ് പിന്നെ ഒന്നും പറയാതിരുന്നത്. ഇനിയും വിളിച്ചു പറയാലോ. നേരിട്ട് വിളിച്ചു കൊടുക്കാലോ വൃത്തിക്ക്. ഹരിദാസേട്ടന്റെ അടുത്ത് വളരെ നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള ഓരോ മീറ്റിങ്ങുകൾ നടത്തുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. കാര്യം നമുക്ക് എന്ത് പ്രയോജനമാണ് വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ കേൾക്കാൻ. ഇത് ഗ്രൂപ്പിന്റെ ഒരു ആവശ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് ആ വരുന്ന ആൾക്കാരെ അവര് കുറച്ച് സ്ട്രെസ് എടുക്കുന്നില്ല ഈ കാര്യങ്ങളിൽ ലെക്ചർ നോക്കിയിട്ടും ഒക്കെ വരുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു കാര്യം നടക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒരു ഇല്ലാത്ത കാരണം കൊണ്ട് സബ്ജക്ട് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഒരു ബോർഡ് തോന്നുകയാണ്. സ്വാഭാവികമായിട്ട് തോന്നും. അത് ഇവർക്ക് അപ്പൊ നമ്മളൊരു നന്ദി പറയുമ്പോ അവരെ നമ്മൾ വലിയ ഇല്ല. അതൊരു സൈക്കോളജിക്കലി അത് ഭയങ്കരമായിട്ട് അവർക്ക് ഒരു എന്താ പറയാ ഒരു ഉയർച്ച, ഏതോ ഉയർച്ച, മാനസികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു മീറ്റിങ്ങിന്, ഇങ്ങനെ ഒരു സ്പീക്കർ മീറ്റിങ്ങിന് പങ്കെടുക്കണമെങ്കിൽ നമ്മൾ എവിടെയെല്ലാം ദൂര സ്ഥലങ്ങളിൽ പോകണം, യാത്ര ചെയ്ത് അവിടെ ചെന്ന് പിന്നെ ചെല്ലുന്ന ക്ഷീണം. പക്ഷെ എന്തൊരു ഇതാണ് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത്. രാവിലെ 6:30 തൊട്ട് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ആളായി മാറിയില്ലേ ഹരിദാസ് ചേട്ടൻ? അത് കേട്ടാ. അതെ, ലോകം ആരറിയാത്തത്? ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ ഹരിദാസേട്ടന്റെ കാര്യം. ഹരിദാസേട്ടൻ ഇപ്പൊ അറിയില്ല. ആനയുടെ വലിപ്പം അറിയില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമാവണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. സ്നേഹം കൂടി ഇപ്പൊ ഹരിദാസന്റെ പേര് വരെ ബാക്കിയുള്ളവർ ഉപയോഗിക്കാൻ തുടങ്ങി. നല്ലതല്ലേ സൈജു? കടന്നു പോകുമ്പോ എന്തെങ്കിലും കുറച്ച് ബാക്കി വെച്ച് പോണം. ഞാൻ എന്റെ സമൂഹത്തില് കള്ളു കുടിക്കുന്ന സമയത്ത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ഓർത്തെടുക്കാനായിട്ട്, എന്റെ നാട്ടുകാർക്ക് ഓർത്തെടുക്കാനായിട്ട്. ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? വെറുതെ കള്ളുടിച്ച് നടന്നില്ലേ കുറെ കാലം? കൊണ്ടുപോകാനായിട്ടില്ലാത്ത ലോകത്ത് കൊടുത്തുപോകത്തൊരു സ്നേഹ സന്തോഷം. കൊണ്ടുപോവാൻ അബൂക്കറൊക്കെ ഉണ്ടായിരുന്ന ഒരു കവിത ഇപ്പൊ പറഞ്ഞാണ്. ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒന്നരേ പറഞ്ഞു. സൈജു ഇന്ന് രാവിലെ സൈജു ഡോക്ടറെ വിളിച്ച് പറയാ, ഹരിദാസേട്ടാ ഐ ആം വെരി സോറി, എന്റെ വൈഫിന്റെ അനുജത്തിന്റെ ഭർത്താവ് മരിച്ചു, ഞാൻ മിംസിലേക്ക് പോവാണ്, ഇന്ന് സബ്ജക്ട് അവതരിപ്പിക്കാൻ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? അല്ല അത് മരണമാകുമ്പോഴത്തേക്ക് അല്ല
ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അദ്ദേഹത്തിന്റെ വിഷമം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാര്യം ആ സമയത്ത് നമുക്കൊരാളെ കിട്ടാനായിട്ടേ അത് ശരിയാണ്. നമ്മളിപ്പോ മേലെ തല ചിന്തിച്ചിരുന്നു എന്ത് ചെയ്യണം, ആരെ വിളിക്കണമെന്ന്. പിന്നെ രണ്ടും ഞാൻ സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചപ്പോ സാറ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അസുഖം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സാറേ, ഒരു ഏവറേജ് 140 142 ഒരു മാസത്തെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇനി നമുക്ക് ടാബ്ലറ്റിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്കൊരു കാര്യം സാറിന്റെ ആവശ്യമുണ്ടല്ലോ സാറേ. എന്താ ചോദിച്ചു. സാറ് വിഷമം വിചാരിക്കരുത്, പകരക്കാരനായിട്ടല്ല കേട്ടോ, എല്ലാ ബഹുമാനത്തോട് കൂടിയിട്ടാണ് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം പറയുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനെന്താ അറിയാത്ത സമയപ്പെടാം. ആ ചോദ്യം നമ്മൾ ചോദിച്ച അദ്ദേഹത്തിന്റെ ആ മറുപടി സത്യത്തിൽ നമ്മളെ അതാണ് സത്യം പറഞ്ഞ നമുക്ക് എന്ത് ആത്മീയത സംസാരിച്ച കാര്യമുള്ളൂ. ശരിയാണ്. ആ വലിയ ശക്തിയുടെ ഇടപെടൽ അവിടെ ഉണ്ടായി. ഇടപെടലും ആ നമ്മളോടൊത്ത് നമ്മളാണെങ്കിൽ പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോ ഇത് ഇത്ര ഈസി ആയിട്ട് നടക്കണമെന്നില്ല. പകരത്തിന് പകരം അല്ലെങ്കിൽ അവര് മനസ്സിൽ കരുതാവും അവ അങ്ങനെ ഇപ്പൊ ആളാവണ്ട പോട്ടെ എന്ന് വിചാരിക്കും. ശരിയാണ്. ആൾക്കാർക്ക് വാസിയുണ്ടായ ഒരാളെ കിട്ടാത്തപ്പോൾ ഒരു വാസി തന്നെ ഉണ്ടാവും. അയ്യോ അത് അദ്ദേഹം വളരെ അത് സത്യം. കാരണം അല്ലെങ്കിൽ രണ്ട് സബ്ജക്ട് നല്ല സബ്ജക്റ്റ് ആണ്, മോശമായിട്ടുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ച് മോശമല്ല. ഞാൻ പറയുന്നത് ആൾക്കാർ അത് മതി. ആൾക്കാരത് അണിനിരത്തി തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാർ ഗജവീരന്മാരെ അണിനിരത്തി. ഇപ്പൊ കണ്ടില്ലേ ഒരു ദിവസം നമ്മുടെ ലിങ്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവൻ ലിങ്ക് പോയതിന് പഴമക്കാര് പറഞ്ഞതാണ്. അത് അവിടെ ദൈവം ഇടപെട്ട കാരണം ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഈ ദൈവം ഇടപെട്ടു എന്ന കാര്യം വേറെ. ഇതാണ് നമ്മുടെ ചിന്താഗതി നന്നായി. അതായത് അവിടെ ദൈവം ഇടപെട്ട കാര്യം ഇന്ന് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദൈവം ഇടപെട്ടത് എവിടെ ദൈവം ഇടപെട്ടെന്നുള്ളത്. ഓക്കെ 4 മണിക്ക് കാണാം. ഓക്കെ എല്ലാവർക്കും ബൈ ബൈ. രഘു സാൻഡോ അഹമ്മദ് ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കോ? ഒന്ന് വിളിക്കോ? ഓക്കെ. അപ്പൊ എല്ലാവരും നന്ദി. ബൈ. അടിപൊളി അടിപൊളി. ഈ നാട്ടിലൊക്കെ ഞങ്ങൾ ഉണ്ട് കേട്ടോ, ജീവിച്ചിരിക്കുന്നത്. നമ്മള് കുറച്ച് ധർമ്മനോട് ഓർമ്മപ്പെടുത്തിയത് മാത്രം. രവിചേട്ടനും അഹമ്മദ് അതെ ഷൈജു 114 115 ആൾക്കാരുണ്ട്. ഞാൻ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകും. ആരാ അൺമ്യൂട്ട് ചെയ്യാത്തന്ന് അത് കഴിഞ്ഞ് മോളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ ആൾക്കാരെ ഓർക്കും. അത് ഒരാളുടെ സൗണ്ട് കേട്ടാ അശോകമായിട്ട് ആ സമയത്ത് ദിവ്യയുടെ ഫോണിൽ പണിയുണ്ട്. ഇനി 3 മോഡറേറ്ററുകൾ ഉണ്ടാകുമ്പോ ഒരാള് എയില് നോക്കുക, ഒരാള് ബിയില് നോക്കുക, ഒരാള് സിയില് നോക്കുക. അങ്ങനെ ഭാഗമായിട്ട് തിരിച്ചാൽ മതി. എന്നാ അതൊരു കാര്യമാണ്. ഓരോരുത്തർ ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്തായി എന്നാ ഭാരം കുറയും. കുറച്ചുകൂടി വൃത്തിയായി. ഞാൻ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തല്ല, ഇവര് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. ഇടക്കിൻ്റെത് ഓഫാണില്ല, വേറെ ആളെ ചെയ്യുമ്പോ എന്താന്നാണോ ഈ പണ്ടാര മ്യൂട്ട് അടിച്ചാൽ തന്നെ മ്യൂട്ട് ആകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. 2-3 10 മണിക്ക് ഉപ്മാവ് കൊണ്ടു വെച്ചിട്ട് 11:30 അത് കഴിച്ചു തീരുമ്പോ കാര്യമൊക്കെ ശരിയാ. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് അനുസരണാശീലം വളരെ നല്ലതാ. അത് ശരിയാ. ഇല്ല കുഴപ്പമില്ല. ഇപ്പൊ അവള് കാലോണ്ട് ചെയ്യാതിരിക്കാന്ന് കേട്ടിട്ട് ഓടാലോ. ഓക്കെ എന്നാ ബൈ. അപ്പൊ ഭക്ഷണം കഴിക്കേ. ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലൊക്കെ കേൾക്കാറാം. അപ്പൊ അഹമ്മദ് സാൻഡോ ഒരു കോള് ബൈ 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 ബൈ.